പ്രിയപ്പെട്ടവരെ, ഈ ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം എന്നിവയെക്കുറിച്ചൊക്കെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും ഇത്തരം വിശ്വാസങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ചില യൂറോപ്യൻ സാഹിത്യങ്ങളിലും ചില ലാറ്റിൻ അമേരിക്കൻ നാടോടി കഥകളിലുമൊക്കെ ഇത്തരം ദൃഷ്ടിദോഷത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ദൃഷ്ടിദോഷം കൊണ്ട് ചില വൃക്ഷങ്ങൾ കരിഞ്ഞു പോയതായിട്ടും ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടും ഈ വാഹനങ്ങൾക്കും മറ്റും കേടുപാടുകൾ സംഭവിച്ചതായിട്ടും ഒക്കെ നമുക്കതിൽ കാണാം. ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നന്മയിലേക്ക് ഒരാൾ അസൂയാവഹമായിട്ടുള്ള കണ്ണുകളോടെ നോക്കുന്നതിനെയാണ്. എന്നാൽ എല്ലാ വ്യക്തികളും ഇങ്ങനെ അസൂയാവഹമായി നോക്കുന്നത് കൊണ്ട് ദൃഷ്ടിദോഷം ഉണ്ടാകണമെന്നില്ല. ചില വ്യക്തികളുടെ കണ്ണുകളുടെ പവർ കൊണ്ടും ഇത് സംഭവിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട് ഈ കോറ് കണ്ണുള്ളവര് ദൃഷ്ടിദോഷം ഉണ്ടാക്കുമെന്ന്. പക്ഷെ അതിന് ശാസ്ത്രീയപരമായിട്ടോ ആചാരപരമായിട്ടോ യാതൊരു തെളിവുകളും ഇല്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൽ സ്വയം കണ്ണേറ് വിടുന്ന ചില ആൾക്കാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വന്തം സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടന്നു നോക്കി സ്വന്തമായിട്ടൊന്ന് കണ്ണുവയ്ക്കും എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കഴിയുമ്പോൾ കൈവേദന, കാലുവേദന, മുഖത്തൊരു കുരു, അവിടെ ഒരു പാട്, ഇവിടെ ഒരു പാട്, ഒരു അലർജി എല്ലാം വന്നു ചേരും. അയ്യോ, എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിലപിക്കുകയും ചെയ്യും. പലപ്പോഴും ഈ കണ്ണീറിൻ്റെ ഫലം 1-2 ദിവസം കൊണ്ട് മാറി കിട്ടുന്നതായിരിക്കും. എന്നാൽ ചിലരുടെ ദൃഷ്ടി കൊണ്ടുള്ള ദോഷം ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചെന്ന് വന്നേക്കാം. പല പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒരാൾ ദുഷിച്ച ദൃഷ്ടിയോടുകൂടി നോക്കുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ. ചില ആൾക്കാർ അവർക്ക് യാതൊരു രീതിയിലുള്ള അസൂയയും ഇല്ലെങ്കിൽ തന്നെയും എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കുകയോ ആ കണ്ണുകൊണ്ട് അങ്ങനെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് ദോഷമായിട്ടത് ഫലിക്കുന്നതായിരിക്കും. അത് അവരുടെ കണ്ണിൻ്റെ ഒരു നെഗറ്റീവ് പവറാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ സാമാന്യ മട്ടില് ഒരാൾക്ക് ദൃഷ്ടിദോഷം ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വളരെ നന്നായിട്ട് പോകുന്ന ഒരു ജോലി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കണ്ടുമുട്ടുകയാണ്. അയാൾ പറയാണ്, നിന്റെ ജോലി നന്നായിട്ടുണ്ടല്ലോ, വളരെ നല്ല രീതിയിൽ പോവുകയാണല്ലോ എന്നൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം നമുക്ക് ജോലിയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുകയാണ്. അതുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരുകയാണ്. ഇനി സന്തുഷ്ടകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന 2 പേര്, അവരുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തിൽ വളരെ നല്ലതായിട്ട് ജീവിക്കുകയല്ലേ, നിങ്ങളുടെ ജീവിതമൊക്കെ അങ്ങ് സെറ്റല്ലേ, എൻ്റെ ജീവിതമൊന്നും പറയണ്ട, എല്ലാം പ്രശ്നമാണ്, നിങ്ങളെപ്പോലെയൊന്നും അല്ല, അങ്ങനെ ഒരു അസൂയാവാഹമായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ കടന്നു വരികയും ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ആ ഒരു താളക്രമമൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം പ്രശ്നങ്ങളായി മാറുന്നത്. ഇനി വളരെ കാലമായി ആഗ്രഹിച്ച് ഒരു വാഹനം സ്വന്തമാക്കുന്നു. അത് കാണാനായിട്ട് വന്ന ഒരാൾ പറയാണ്, ഞാനിതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചതാ, എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. നിനക്ക് കിട്ടിയല്ലോ, നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അന്ന് വൈകിട്ട് നിങ്ങൾ വാഹനമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം, എങ്കിലും എവിടെയോ ചെന്ന് മുട്ടുന്നു. അതോടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. നിങ്ങളുടെ അതുവരെയുള്ള സന്തോഷവും നശിക്കുന്നു. ഇതും ഒരു തരത്തിലുള്ളൊരു ദൃഷ്ടിദോഷം തന്നെയാണ്. ഇതുപോലെ എത്രയെത്ര സന്ദർഭങ്ങളിൽ ഇങ്ങനെ ദൃഷ്ടിദോഷം വന്നു ചേരുമെന്നറിയാമോ? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ കുട്ടികളുടെ അക്കാഡമിക് കഴിവുകൾ, കലാകായികപരമായിട്ടുള്ള കഴിവുകൾ എന്നിവയിലൊക്കെ കണ്ണുവെക്കാറുണ്ട്. അങ്ങനെ കണ്ണുവെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ദിനം പ്രതി കീഴ്പോട്ട് വരുന്ന ഒരു പ്രവണതയായിരിക്കും കാണാൻ സാധിക്കുക. പണ്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ദൃഷ്ടിദോഷം ഉണ്ടായി എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ദൃഷ്ടിദോഷമാണ് എന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഉറപ്പുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്കൊന്ന് ഒഴിഞ്ഞു നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് അതോടുകൂടി തന്നെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ നാട്ടാചാരപ്രകാരം സാധാരണയായിട്ട് എങ്ങനെയാണ് ദൃഷ്ടിദോഷത്തിന് ഒഴിഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ കടുകും മുളകും ഉപ്പും ഒക്കെ ചേർത്ത് ഒഴിഞ്ഞെടുക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇതല്ലാതെ മറ്റൊരു രീതിയും കൂടിയുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമേ തന്നെ എന്തിനെയാണ് ഈ ദൃഷ്ടി ബാധിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു വാഹനത്തിലാണ് എങ്കിൽ നമുക്ക് വാഹനത്തെ ഒഴിഞ്ഞ് മാറ്റാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ തൊഴിലിനെയാണ് ദൃഷ്ടി ബാധിച്ചിരിക്കുന്നതെങ്കിലോ നമുക്ക് തൊഴിലിനെ ഒഴിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എന്ത് കാര്യം എന്നുള്ളതിലും ആ വ്യക്തിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വാഹനമാണെങ്കിൽ തന്നെ നമുക്ക് വാഹനം ഒഴിയാം, ഒപ്പം ആ വ്യക്തിയും കൂടി, ആരാണോ ആ വാഹനം ഓടിക്കുന്നത് ആ ആളിനെ കൂടി ചേർത്ത് വേണം ഒഴിഞ്ഞെടുക്കാൻ. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ ആ വ്യക്തിയാണ് ഒഴിയേണ്ടത്. അപ്പോൾ ധനപരമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ളതും നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഏതാനും ഉണങ്ങിയ നെല്ലിക്ക കഷ്ണങ്ങൾ, ഏതാനും വെളുത്തുള്ളി അല്ലികൾ, ഒരു കഷ്ണം മഞ്ഞൾ, പിന്നെ സാമ്പ്രാണിപ്പൊടി. നമ്മൾ ഈ സാമ്പ്രാണിത്തിരി കത്തിക്കില്ലേ, ആ സാമ്പ്രാണിത്തിരി ഒടിച്ചൊടിച്ചിട്ടാലും മതിയാവും. ഇവയെല്ലാമാണ് വേണ്ടത്. ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു ചിരട്ടയിലാണ് എടുക്കേണ്ടത്. ഇനി ഈ ചിരട്ടയിലേക്ക് അല്പം കനൽക്കട്ട ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കനൽക്കട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ വിറക് കൊള്ളിയിലുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അതാണ്. അപ്പോൾ അതില്ല എങ്കിൽ നിങ്ങൾക്ക് കർപ്പൂരം കത്തിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിനുള്ളിൽ തന്നെയുള്ള സാമ്പ്രാണി തിരിയില്ലേ, അത് കത്തിച്ച് അതിനുള്ളിലിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ദൃഷ്ടി ബാധിച്ച ആളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റൊരാളാണ് ഇത് ചെയ്യേണ്ടത്. ഒരു ദൃഷ്ടി ബാധിച്ച ആളിന് സ്വയം ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഓർക്കേണ്ടതാണ്. ഈ ദൃഷ്ടിദോഷം ബാധിച്ച ആള് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടോട്ട് നോക്കി നിൽക്കുകയും ആരാണോ ഒഴിയാൻ പോകുന്നത് ആ ആള് കിഴക്കിന് അഭിമുഖമായിട്ട് ഈ വ്യക്തിയെ നോക്കി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ ഒഴിഞ്ഞെടുക്കേണ്ടത്. 3 വട്ടമാണ് ഒഴിയേണ്ടത്. അപ്പോൾ മന്ത്രം ഇങ്ങനെയാണ്: ഓം ഹ്രീം ഓം ഹ്രീം ഉഗ്രനരസിംഹമൂർത്തയേ നമ. ഇങ്ങനെ മന്ത്രം ജപിച്ച് 3 വട്ടം മുഖത്തിന് ചുറ്റും ശരീരത്തിന് ചുറ്റും ഒഴിയേണ്ടതാണ്. ശേഷം ദൃഷ്ടി ബാധിച്ച ആളെ കൊണ്ട് ഈ ചിരട്ടയിലേക്ക് ഒരു തവണ ഊതിക്കുക. ഇനി ഈ ചിരട്ട പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒന്ന് കമഴ്ത്തി വെക്കുക. അത് പിന്നീട് ദൃഷ്ടിദോഷം ബാധിച്ച ആള് ഒരിക്കലും തന്നെ തൊടാൻ പാടില്ല. ആ ചിരട്ടയെ നമ്മൾ ചവറങ്ങാനൊക്കെ കത്തിക്കുന്ന സ്ഥലത്തിട്ട് കത്തിച്ച് കളയുന്നതായിരിക്കും ഉത്തമം. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മുളകും കടുകും ഉപ്പും ഉപയോഗിച്ച് ഒഴിഞ്ഞെടുക്കുന്ന രീതിയും. ഈ ഒരു രീതി നമുക്ക് സാമ്പ്രദായികമായിട്ട് ഏത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ആദ്യം പറഞ്ഞ രീതി നമ്മുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണ്. നിങ്ങൾ ഉപ്പും മുളകും കടുകും ഉപയോഗിച്ച് ഒഴിഞ്ഞെടുത്തിട്ട് 7 ദിവസത്തിന് ശേഷവും നിങ്ങൾക്ക് കാര്യമായ മാറ്റമൊന്നും ലഭ്യമായിട്ടില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ രീതി ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദൃഷ്ടിദോഷത്തിനായിട്ട് ഒഴിഞ്ഞെടുക്കുന്ന രീതി ദേശവ്യത്യാസം അനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. ഞാനീ പറഞ്ഞതല്ലാതെയുള്ള പല രീതികളും ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടായിരിക്കാം. ഇതൊരു നാട്ടാചാരമാകയാൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞു തന്ന കാര്യം വളരെയേറെ ഫലപ്രാപ്തിയുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവശ്യഘട്ടത്തിൽ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. കൂടാതെ മഠത്തിൽ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ശാക്തേയ പൂജകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കും ഒരവസരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് എന്നിവ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങൾ ദേവീ സമക്ഷം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന
ആ ഒരു പ്രാർത്ഥനയും കൂടി ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അതുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്മകളുണ്ടാവട്ടെ.